കഴിഞ്ഞ 30-ാം തീയതി മുണ്ടക്കൈ ഭാഗത്ത് ചുരൽമലയുടെ ഈ ഭാഗത്ത് ഉണ്ടായ അതീവ ഗുരുതരമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഇന്ന് 7-ാം ദിവസമാണ്. അന്നും ഞങ്ങൾ വന്നിരുന്നു. അതേ അവസരത്തിൽ അതിന്റെ ഉത്ഭവസ്ഥാനവും അതുപോലെ അഫക്റ്റഡ് ഏരിയയും സന്ദർശിക്കാൻ പറ്റിയിരുന്നില്ല. അന്നത്തെ കാലാവസ്ഥ ഇന്ന് ഈ തെളിഞ്ഞ കാലാവസ്ഥയിൽ അവിടെ വന്ന് കാണുകയാണ്. നമുക്കിവിടെ ഈ കാഴ്ച കാരണം ഇപ്പോൾ ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള ഈ മലനിരകൾ, അതുപോലെ തന്നെ ഈ ചായത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ മറ്റ് റബ്ബർ തോട്ടങ്ങൾ, ഇതുപോലെ വളരെ മനോഹരമായ ഒരു ഭൂമികയാണ് അവിടെ ആ 30-ാം തീയതി വരെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കാണുന്നത് അതിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് വാക്കുകളില്ല. ആ ഉരുൾപൊട്ടലിന് ശേഷം കിലോമീറ്ററുകളോളം അവിടെ ശ്മശാന തുല്യമായ അല്ലെങ്കിൽ നരക തുല്യമായ അതേ നമുക്ക് വിശേഷിപ്പിക്കാൻ വാക്കുള്ളൂ. ബാക്കി അതൊന്നും നമുക്കറിയില്ലല്ലോ. ആ രീതിയിലാണ് അവിടെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്രയോ മനുഷ്യർ അതിലൂടെ ഒലിച്ചുപോയി, ജീവഹാനി സംഭവിച്ചു. വീടുകളും മറ്റ് കെട്ടിടങ്ങളും എല്ലാം ഇല്ലാതായി. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ വീണ്ടും ജീവിതത്തിലേക്ക് ഈ പ്രദേശത്തുകാരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് അതിലേക്ക് ഒന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ, ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ കണ്ടു. വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഇനി അടുത്ത മീറ്റിംഗ് മേപ്പാടിയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അവിടുന്ന് പറയുന്നു. ഞങ്ങൾ ലീഡേഴ്സൊക്കെ മേപ്പാടിയിൽ ഉണ്ട്. ഇന്ന് സംഭവ ദിവസം തന്നെ എന്ന് പറയാം. അന്ന് പുലർച്ചെ തങ്ങളും ഇപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റൂലായിരുന്നു. 30-ാം തീയതി ആയിരുന്നു. 30-ാം തീയതി. അപ്പൊ അതുകൊണ്ട് ഇനി ആശ്വാസ നടപടികളുടെ ഭാഗമായി ഞങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് കൂടി ആലോചിക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് ബാക്കി നേതാക്കളൊക്കെ അവിടെ താഴെ ഉണ്ട്, മേപ്പാടിയിലുണ്ട്. അതിനു മുമ്പ് തീർച്ചയായിട്ടും ഇതിന്റെ ഉത്ഭവ സ്ഥാനടക്കം ഇവിടെ ADGP ഇവിടെ വന്നപ്പോൾ സഹായിച്ചു. അവര് എസ്കോർട്ട് തന്നു. ഉത്ഭവ സ്ഥാനം അടക്കം എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയി കണ്ടു. തങ്ങളിവിടെ വിശേഷിപ്പിച്ച മാതിരി തന്നെ അതിഭീകരം തന്നെ. ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ ദിവസം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം എങ്ങനെ ഒരു കൈത്താങ്ങ് തൽക്കാലം പോരല്ലോ, ജീവിതത്തിലുടനീളം അവർക്കും അവരുടെ സന്താനങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നൽകാൻ കഴിയും എന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവരോടും കൂട്ടുചേർന്ന് അവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മതം ഒന്നുമില്ല. എല്ലാവരോടും ചേർന്ന് ഒരു പൊളിറ്റിക്സും ഇതിനെ അഫക്ട് ചെയ്യൂല. ആ നിലയിൽ സേവനങ്ങളുമായി നിരന്തരം മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചന. ഞങ്ങളുടെ വൈറ്റ് ഗാർഡ് നേതാക്കള്, യുവജന നേതാക്കള്, അതുപോലെ ബാക്കി ആളുകളൊക്കെ ഡേ 1 മുതൽ തന്നെ ഇവിടെ ഉണ്ട്. അതിനിയും തുടരും. തുടർന്നും ആവശ്യമാകുന്നിടത്തോളം ഇവിടെ ഉണ്ടാവും.